ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ശാലോം പ്രേക്ഷകരായ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, ദൈവവചനം ശ്രവിച്ച് വചനം തിരുവചന ശുശ്രൂഷയിൽ നമുക്ക് പങ്കുചേരാം. ഹെബ്രായർക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 5-6 തിരുവചനങ്ങൾ. നിങ്ങളെ പുത്രന്മാരെന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ആ ഉപദേശം നിങ്ങൾ മറന്നുപോയോ? എൻ്റെ മകനെ, കർത്താവിൻ്റെ ശിക്ഷണത്തെ നീ നിസ്സാരമാക്കരുത്. അവൻ ശാസിക്കുമ്പോൾ നീ നഷ്ടധൈര്യനാകരുത്. താൻ സ്നേഹിക്കുന്നവന് കർത്താവ് ശിക്ഷണം നൽകുന്നു. മക്കളായി സ്വീകരിക്കുന്നവരെ പ്രഹരിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, ഈ വചനം വായിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ചിന്തകളിൽ വിഷയം കടന്നു വന്നിട്ടുണ്ട്. അച്ഛൻ ഇന്ന് സഹനത്തെക്കുറിച്ചായിരിക്കും പറയാൻ പോകുന്നത്. അതേ പ്രിയമുള്ളവരെ, സഹനം ക്രിസ്തീയ ജീവിതത്തിൽ നിന്ന്, മനുഷ്യജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനാവാത്ത ഒരു യാഥാർത്ഥ്യമാണ്. ഈ ഭൂമിയിൽ സഹിക്കാതെ ആരും തന്നെ കടന്നു പോകുന്നില്ല. ഏതെങ്കിലും രീതിയിൽ ഓരോ മനുഷ്യനും അനുദിനം സഹനത്തിലൂടെ കടന്നു പോവുകയാണ്. എന്നാൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വിശ്വാസിയുടെ, ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് അവനോടൊപ്പം ഐക്യപ്പെട്ട് ജീവിക്കുന്ന ജീവിതങ്ങളിൽ കടന്നു വരുന്ന സഹനങ്ങൾ അത് യഥാർത്ഥത്തിൽ ശാപമല്ല, അത് യഥാർത്ഥത്തിൽ ഒരു പരാജയമല്ല, അത് യഥാർത്ഥത്തിൽ നമ്മളെ നിരാശയ്ക്ക് അടിമപ്പെടുത്തേണ്ടതുമല്ല. കാരണം എന്താണ്? ദൈവത്തിൻ്റെ പുത്രനായി പുത്രയായി നീ ഉയരുകയാണ് ഓരോ സഹനങ്ങളും. യേശുവിൽ നീ അടിയുറച്ച് വിശ്വസിക്കുന്ന വ്യക്തിയാണെങ്കിൽ അതോടൊപ്പം തന്നെ കൂടുതൽ ഫലം കായ്ക്കുവാനായിട്ട് അവിടുന്ന് നിന്നെ വെട്ടി ഒരുക്കുന്നതാണ് ഓരോ സഹനങ്ങളും. ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു ചെറുപ്പക്കാരനെ കണ്ടുമുട്ടാനായിട്ട് ഇടയായി. 16 വർഷങ്ങൾക്ക് മുമ്പ് അവൻ കുളിക്കുവാനായിട്ട് അവൻ വെള്ളത്തിലേക്ക് എടുത്തു ചാടുമ്പോൾ അവൻ കുളിക്കുവാനായിട്ട്, കാരണം വീട്ടിൽ നല്ല ഉത്തരവാദിത്വങ്ങൾ വഹിക്കുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു. പ്ലസ് ടുവിന് പഠിക്കുന്ന സമയത്താണ് അവൻ്റെ ജീവിതത്തിൽ ഈ ഒരു സഹനം കടന്നു വരുന്നത്. വീട്ടിലെ അപ്പനെ സഹായിക്കുവാനായിട്ട് അവൻ തൊഴിൽ മേഖലകളിൽ അവൻ വ്യാപൃതനാണ്. അതോടൊപ്പം തന്നെ അവൻ പഠിക്കും, നല്ല പ്രാർത്ഥിക്കും. ഈ അവസരത്തിൽ കൂട്ടുകാരോടൊപ്പമൊക്കെ ഒന്ന് കുളിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ അവൻ ഒരു കായലിൽ കുളിക്കുവാനായിട്ട് ചെന്നു. അവൻ വിചാരിച്ചു അവൻ എടുത്തു ചാടാനായിട്ട് ഒരു വള്ളത്തിൽ കയറി നിന്നിട്ട് ആ കായലിലേക്ക് എടുത്തു ചാടി കുളിക്കുന്ന ഒരു ആഘോഷമായിട്ട് കുളിക്കുന്ന രീതിയായിരുന്നു. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ അവൻ ഒരു വള്ളത്തിൽ കയറി എടുത്തു ചാടാനായിട്ട് അവൻ ചാടിയ ഭാഗത്ത് അവിടെ ആഴം കുറവായിരുന്നു. നല്ല മണൽക്കൂമ്പാരം, മണൽപുറ്റ് അവിടെ ഉണ്ടായിരുന്നു. ഇവൻ അറിഞ്ഞില്ല. ഇവൻ വിചാരിച്ചു നല്ല ആഴമുണ്ടായിരിക്കുമെന്നാണ് കരുതിയാണ് അവൻ നന്നായിട്ട് ഒന്ന് ചാടിയത് വെള്ളത്തിലേക്ക്. പെട്ടെന്ന് അവൻ്റെ കഴുത്ത് ഒടിഞ്ഞു, അവൻ തളർന്നു പോയി. പെട്ടെന്ന് ഹോസ്പിറ്റലിലെത്തി. ഡോക്ടർമാർ എല്ലാം നോക്കിയിട്ട് അവന് വിധി എഴുതി. ഇനി ഒരിക്കലും ജീവിതത്തിലേക്ക് അവന് നടക്കാനാവുകയില്ല. ഒരിക്കലും തിരിച്ചു വരാനാവാത്ത വിധം അവൻ കിടക്കയിൽ അവൻ്റെ ജീവിതം അവസാനിച്ച അവസ്ഥയിലെത്തി. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ഈ 16 വർഷക്കാലം ഇവൻ ഈ സഹനത്തിൻ്റെ ഈ ഒരേ കട്ടിലിൽ ഇങ്ങനെ കിടക്കുന്ന അവസ്ഥയാണ്. അങ്ങനെ ഇരിക്കുന്നപ്പോഴാണ് ഈ അടുത്ത സമയത്ത് ആ ചെറുപ്പക്കാരനെ കുറിച്ച് കേൾക്കാനും പ്രാർത്ഥിക്കുവാനായിട്ട് ഒരു ദിവസം ആ ഭവനത്തിൽ കടന്നു ചെല്ലുവാനായിട്ട് ഇടയായത്. ഞാൻ എൻ്റെ മനസ്സിൽ യഥാർത്ഥത്തിൽ കരുതിയത് 16 വർഷക്കാലം ഇങ്ങനെ ഈ സഹനത്തിൻ്റെ തീച്ചൂളയിലൂടെ കിടക്കുന്ന ഈ ചെറുപ്പക്കാരൻ അവന് എത്രമാത്രം വിഷമതകളിലൂടെ കടന്നു പോകുന്നു എന്നൊക്കെ മനസ്സിൽ കരുതി അല്പം വിഷമത്തോടു കൂടിയാണ് ആ ഭവനത്തിൽ ഞാൻ കയറി ചെന്നപ്പോൾ എന്നെപ്പോലെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ അവൻ പുഞ്ചിരിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തെ ആ പ്രസന്നതയും അവൻ്റെ അധരങ്ങളിലൂടെ സംസാരിക്കുന്ന ആ വാക്കുകളും കേട്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ക്രിസ്തുവിനോടൊപ്പം ചേർന്ന് സഹിക്കുന്ന സഹനങ്ങൾ ഒരു വ്യക്തിയെ നിരാശയ്ക്കോ തകർച്ചയ്ക്കോ ആ സഹനം കൊണ്ടെത്തിക്കുകയില്ലെന്ന് ആ ദിനത്തിൽ എനിക്ക് തിരിച്ചറിയാനായിട്ട് സാധിച്ചു. പ്രിയമുള്ളവരെ, അഗസ്റ്റിൻ എന്ന പേരുള്ള ഈ ചെറുപ്പക്കാരൻ, അവനിന്ന് 33 വയസ്സുണ്ട്.
കഴിഞ്ഞ 16 വർഷക്കാലം അവൻ ഈ ദൈവത്തോടൊപ്പം ചേർന്ന്, കുരിശിനോടൊപ്പം ചേർന്ന് സഹനത്തിൻ്റെ ജീവിതം അവൻ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ അരികിൽ തന്നെ ബൈബിളുണ്ട്, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും. ശരീരം മുഴുവനും തളർന്നു പോയി. ഒരാളുടെ സഹായം കൂടാതെ അവനെ ഒന്ന് അവനെ ഒന്ന് പൊക്കി ഇരുത്താനൊന്നും പറ്റുകയില്ല. അവൻ തളർന്ന് കിടക്കുന്ന അവസ്ഥയാണ്. കൈകാലുകൾ അല്പം വളഞ്ഞ് ഒരവസ്ഥയിൽ ഇത്രമാത്രം സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും അവൻ സംസാരിക്കുന്നത് മുഴുവനും ദൈവത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചുമാണ്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. സംസാരിക്കുന്ന കൂട്ടത്തിൽ അഗസ്റ്റിൻ ഇപ്രകാരം പറയുകയാണ്, അച്ഛാ, കർത്താവ് എന്നെ ഒത്തിരി സ്നേഹിക്കുന്നു, ഈശോ എന്നെ ഒത്തിരി സ്നേഹിക്കുന്നു, അതുകൊണ്ടാണ് പാപത്തിൽ വീഴാത്ത വിധം ഈ 4 ചുവരുകൾക്കുള്ളിൽ എന്നെ അവിടുന്ന് പൊതിഞ്ഞ് കരുതുന്നത്. ഞാൻ അത്ഭുതത്തോടെ അവൻ്റെ മുഖത്ത് നോക്കിയിരുന്നു പോയി. പ്രിയമുള്ളവരെ, എന്നിട്ട് തുടർന്ന് അഗസ്റ്റിൻ പറയുന്നത് ഇതാണ്, അച്ഛാ, ലോകമെന്ന് പറയുന്നത് ആരെ പാപത്തിൽ വീഴ്ത്താമെന്ന് ഉള്ള തലത്തിൽ അത്രമാത്രം പാപം ഇന്ന് ലോകത്തിൽ പെരുകിയിരിക്കുകയാണ്. പാപം ചെയ്യാതെ ജീവിക്കാൻ കഴിയാത്ത വിധം ലോകം അത്രമാത്രം പാപത്തിൻ്റെ സാഹചര്യങ്ങളാൽ വലയപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ എൻ്റെ കർത്താവ് ഒരു പാപത്തിലും ചെന്ന് വീഴാതിരിക്കത്തക്ക വിധം, മറ്റു പാപങ്ങളിൽ ചെന്ന് വീഴാതിരിക്കത്തക്ക വിധം അവിടെ നിന്ന് എന്നെ ഈ സഹനത്തിൻ്റെ പുതപ്പ് കൊണ്ട് എന്നെ പരിപാലിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് അഗസ്റ്റിൻ പറയുന്നു. പ്രിയമുള്ളവരെ, സഹനത്തോടുള്ള നമ്മുടെയൊക്കെ മനോഭാവങ്ങൾ എപ്രകാരമാണ്? സഹിക്കുന്നവരെ കാണുമ്പോൾ നമ്മുടെയൊക്കെ ഉള്ളിൽ സഹതാപം നിറയാറുണ്ട്. എന്നാൽ അവരനുഭവിക്കുന്ന ഒരു ആത്മീയതയുടെ, ഒരു സന്തോഷത്തിൻ്റെ ആ ഒരു തലം നമ്മൾ തിരിച്ചറിയുമ്പോൾ ക്രിസ്തുവിനോടൊപ്പം ചേർന്ന് സഹിക്കുന്ന സഹനങ്ങൾക്ക് അത് വലിയ വിലയുണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. വീണ്ടും വെളിപാട് പുസ്തകത്തിൽ 3-ാം അധ്യായം 19 പ്രകാരമാണ്, താൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു, അതുകൊണ്ട് തീഷ്ണത ഉള്ളവനാവുക, അനുതപിക്കുക. സഹനങ്ങളുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ യഥാർത്ഥത്തിൽ ദൈവം നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ട് ഏതെങ്കിലുമൊക്കെ തിരുത്തലുകൾ നമ്മുടെ ജീവിതത്തിൽ തരുവാനായിട്ട് ചിലപ്പോൾ ദൈവം ആഗ്രഹിക്കുമ്പോൾ ചില സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. ആ സഹനങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവം കൂടുതൽ സ്നേഹിക്കുന്നതാണെന്ന് തിരിച്ചറിയുമ്പോൾ ആ സഹനങ്ങളിലൂടെ ലഭിക്കുന്ന ബോധ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ കൂടുതൽ പ്രകാശിപ്പിക്കാനായിട്ട് സാധിക്കും. എന്നാൽ ഇന്ന് മനുഷ്യൻ എന്താണ് ചെയ്യുന്നത്? ഓരോ ചെറിയ സഹനങ്ങൾ കടന്നു വരുമ്പോഴും ദൈവം എന്നെ സ്നേഹിക്കുന്നില്ല, ദൈവം എൻ്റെ ജീവിതത്തെ തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്ന് പിശാച് നമ്മുടെ ചിന്തകളിൽ കൊണ്ടുതരുന്ന ഈ ചിന്ത വെച്ച് സഹനങ്ങളെ നോക്കിക്കാണുമ്പോൾ പലപ്പോഴും സഹനങ്ങളിലെ മഹത്വമറിയാതെ നിരാശയ്ക്ക് വ്യക്തികൾ അടിമപ്പെടുന്നത് കാണാനായിട്ട് സാധിക്കും. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 3-ാം അധ്യായം 11-12 വാക്യങ്ങൾ, കർത്താവിൻ്റെ ശിക്ഷണത്തെ നിന്ദിക്കരുത്, അവിടുത്തെ ശാസനയിൽ മടുപ്പ് തോന്നുകയും അരുത്. എന്തെന്നാൽ പിതാവ് പ്രിയപുത്രനെ എന്ന പോലെ കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശാസിക്കുന്നു. ജോബിൻ്റെ പുസ്തകത്തിൽ 5-ാം അധ്യായം 17 ഇങ്ങനെയാണ്, ദൈവം ശാസിക്കുന്നവൻ ഭാഗ്യവാനാണ്, സർവശക്തൻ്റെ ശാസനത്തെ അവഗണിക്കരുത്. പ്രിയമുള്ളവരെ, ഈ അഗസ്റ്റിൻ അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ ചെറുപ്പക്കാർ, അവൻ്റെ കൂടെയുള്ളവരൊക്കെ, കളിച്ചു വളർന്നവരൊക്കെ ഇന്ന് പലതരത്തിൽ പല രീതിയിൽ ജീവിക്കുന്നവരുണ്ട്. വളരെ മാനുഷികമായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അസൂയ തോന്നുന്ന രീതിയിൽ ആ വ്യക്തികൾ അവൻ്റെ ചുറ്റുപാടുകളിൽ ജീവിക്കുന്നുണ്ട്. എന്നാൽ ഒന്നും നേടാതിരുന്നിട്ടും, ഒന്നും നേടാതെ ഒരു ലോകത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് നോക്കുമ്പോൾ അഗസ്റ്റിൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഏറ്റവും വലിയ പരാജയമാണ്. ഒന്നും നേടിയില്ലല്ലോ, ഒരു സന്തോഷവും ഒരു സുഖവും അനുഭവിക്കാൻ കഴിയാതെ പോയല്ലോ, അവനൊരു വിവാഹം കഴിക്കാൻ പറ്റിയിട്ടില്ലല്ലോ, അല്ലെങ്കിൽ അവന് വലിയ നേട്ടങ്ങൾ പിടിച്ചെടുക്കാനായിട്ട് പറ്റിയില്ലല്ലോ. ലോകത്തിൻ്റെ മുമ്പിൽ അഗസ്റ്റിനെ കാണുമ്പോൾ അഗസ്റ്റിൻ്റെ സഹനം ഒരു ഏറ്റവും വലിയ പരാജയം, ഏറ്റവും വലിയ നിരാശയുടെ കാഴ്ചപ്പാട് നമുക്ക് തരുന്നുണ്ടാകാം. എന്നാൽ അഗസ്റ്റിൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ നമ്മളറിയാത്ത ഒരു യാഥാർത്ഥ്യം നമ്മൾ കണ്ടുമുട്ടും. എന്താണ്? ചുറ്റുപാടുകളിൽ ലോകത്തിൻ്റെതായിട്ടുള്ള വലിയ നേട്ടങ്ങളൊക്കെ വാങ്ങി വാരിക്കൂട്ടി എല്ലാ സുഖങ്ങളും അനുഭവിച്ചവർക്ക് ലഭിക്കാതെ അനുഭവിക്കാൻ കഴിയാത്ത ഒരു ആത്മീയമായ സന്തോഷവും സ്വർഗത്തെക്കുറിച്ചുള്ള പ്രത്യാശയും അഗസ്റ്റിനിൽ നിറഞ്ഞു നിൽക്കുന്നു. ഇതാണ് ദൈവത്തോടൊപ്പം ചേർന്ന് സഹിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഗ്രഹമെന്ന് നമ്മൾ തിരിച്ചറിയണം. പ്രഭാഷകൻ്റെ പുസ്തകം 2-ാം അധ്യായം 4-5 വാക്യങ്ങൾ ഇപ്രകാരമാണ്, വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക, ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുത്. എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു, സഹനത്തിൻ്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും. പ്രിയമുള്ളവരെ, ഓരോ സഹനങ്ങളുടെ നിമിഷങ്ങളിലും, കാരണം സ്വർണം വെള്ളി ശുദ്ധീകരിക്കുന്നത് പോലെയുള്ള അനുഭവമാണ്. നമുക്കറിയാം, യഥാർത്ഥത്തിൽ സ്വർണ്ണപ്പണിക്കാരൻ ആ സ്വർണം ശുദ്ധീകരിക്കുവാൻ അദ്ദേഹം അടുത്തിരുന്ന് ഈ ചൂടും ഇതെല്ലാം അദ്ദേഹവും കൂടെ അനുഭവിക്കുന്നുണ്ട്. ക്രിസ്തുവിനോടൊപ്പം ചേർന്ന് സഹിക്കുന്നു എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ സഹിക്കുന്നവൻ്റെ കൂടെ ക്രിസ്തു ചേർന്ന് നിൽക്കുകയാണ്.
അവനെ രൂപാന്തരപ്പെടുത്തുവാൻ, അവനെ കൂടുതൽ തിളക്കമുള്ളതാക്കി മാറ്റുവാനായിട്ട് കർത്താവ് തന്നെ അടുത്തിരിക്കുന്ന അനുഭവമാണ് സഹനത്തിലൂടെ യേശുവിനോടൊപ്പം സഹിക്കുന്ന വ്യക്തികൾ അനുഭവിക്കുന്നത്. ഒരിക്കൽ എവിടെയോ വായിച്ചു കേട്ടതാണ്, ഒരിക്കൽ ഈ സ്വർണം ശുദ്ധി ചെയ്യുന്ന സ്ഥലത്ത് ഒരു വ്യക്തി കടന്നു ചെന്നു. അത് കടന്നു ചെന്നിട്ട് ഈ സ്വർണം എങ്ങനെയാണ് ശുദ്ധി ചെയ്യുന്നതെന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ശുദ്ധി ചെയ്യുന്ന ആ മനുഷ്യനോട് ചോദിച്ചു, ഇങ്ങനെ ഇത് ശുദ്ധി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴാണ് ഇത് പൂർണ്ണമായും ശുദ്ധീകരിക്കപ്പെട്ടു എന്ന് തിരിച്ചറിയുന്നത്? പെട്ടെന്ന് ആ സ്വർണം പണിക്കാരൻ അദ്ദേഹം പറയുന്നത്, ആ നോക്കുമ്പോൾ എൻ്റെ മുഖം അതിൽ തെളിഞ്ഞു വരുന്നുണ്ടെങ്കിൽ അത് ശുദ്ധിയുള്ളതായി തീർന്നു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രിയമുള്ളവരെ, സഹനത്തിൻ്റെ തീച്ചുളയിലൂടെ കടന്നു പോകുമ്പോഴും ഇതുതന്നെയാണ് യാഥാർത്ഥ്യം. ദൈവം നമ്മുടെ അരികിലിരുന്ന് നമ്മളെ ദൈവത്തിൻ്റെ മകനായി മകളാക്കി രൂപാന്തരപ്പെടുത്തുകയാണ്. ദൈവത്തിൻ്റെ മുഖമായി ആ ദൈവത്തിൻ്റെ മുഖമായിട്ട് നമ്മൾ പ്രക്ഷോഭിക്കാൻ തുടങ്ങുമ്പോൾ, നമ്മുടെ ജീവിതം പ്രതിഫലിക്കാൻ തുടങ്ങുമ്പോൾ ആ സഹനം പിന്നൊരു അനുഗ്രഹമായിട്ട് മാറും. അഗസ്റ്റിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ കാണുന്നത് ഇതാണ്. അഗസ്റ്റിൻ്റെ മുമ്പിലിരിക്കുമ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള ചിന്തകളാണ്, ദൈവത്തെയാണ് നമുക്ക് ആ സഹനത്തിൽ കാണാൻ പറ്റുന്നത്. അത്രമാത്രം സ്നേഹത്തിൻ്റെ, വിശുദ്ധിയുടെ, നന്മയുടെ വാക്കുകളാണ് അഗസ്റ്റിനിൽ നിന്ന് വരുന്നത്. ഒരു ശാപവാക്ക് പോലും പറയാനില്ല, ഒരു പരാജയത്തിൻ്റെ വാക്കുകൾ പോലും അഗസ്റ്റിൻ്റെ അധരങ്ങളിൽ നിന്ന് വരുന്നില്ല. എല്ലാം നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ എനിക്കൊന്നും നേടാൻ കഴിഞ്ഞില്ലല്ലോ എന്ന ഒരു ചിന്ത പോലും അഗസ്റ്റിൻ്റെ വാക്കുകളിൽ നിന്ന് വരുന്നില്ല. ഇതാണ് ദൈവത്തോടുള്ള സഹനം ഒരു വ്യക്തിയെ കൊണ്ടെത്തിക്കുന്നത്. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 5-ാം അധ്യായം 3-4 വാക്യം ഇപ്രകാരമാണ്: മാത്രമല്ല നമ്മുടെ കഷ്ടതകളിലും നാം അഭിമാനിക്കുന്നു, എന്തെന്നാൽ കഷ്ടത സഹനശീലവും, സഹനശീലം ആത്മധൈര്യവും, ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നു. തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൽ 2-3 വാക്യങ്ങളിൽ പൗലോസ്ലീഹ തിമോത്തിയോസിനോട് കൊടുക്കുന്ന ഉപദേശം ഇതാണ്: യേശുക്രിസ്തുവിൻ്റെ നല്ല പടയാളിയെ പോലെ കഷ്ടപ്പാടുകൾ സഹിക്കുക. ഇന്ന് കഷ്ടപ്പാടില്ലാത്ത, സഹനമില്ലാത്ത ഒരു ജീവിതത്തെയാണ് ഇന്ന് പല വിശ്വാസികളും പല മനുഷ്യരും ഇന്ന് ആഗ്രഹിക്കുന്നത്. യേശുവിനെ അറിഞ്ഞിട്ട് പോലും, യേശുവിൻ്റെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിച്ചിട്ടും യേശു പറയുന്നത് എന്താണ്? അനുദിനമുള്ള കുരിശും വഹിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വരിക. ഇന്ന് കുരിശുകൾ ഒഴിവാക്കുവാൻ, സഹനത്തെ ഒഴിവാക്കുവാനായിട്ട് ഇന്ന് മനുഷ്യനിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ, നമ്മുടെ ചുറ്റുപാടുകളിലുള്ള ജീവിതത്തിൽ സഹനങ്ങൾ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യരെ കണ്ടിട്ടും ചെറിയ ചെറിയ സഹനങ്ങളെ എങ്ങനെ ഒഴിവാക്കാമെന്നുള്ള മനോഭാവത്തോടെ വ്യക്തികൾ ഇന്ന് ഓടുകയാണ്. വലിയ ആത്മീയ തലങ്ങളിലൊക്കെ ജീവിക്കുന്നു എന്ന് പറഞ്ഞിട്ടും ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്, ഒത്തിരി ഉപവസിക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറയുന്നതോടൊപ്പം തന്നെ സഹനത്തെ നമ്മൾ ഉൾക്കൊള്ളുവാനായിട്ടുള്ള ഒരു മനോഭാവം നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? ഈ സഹനങ്ങൾ അതിൻ്റെ നന്മയ്ക്ക് തന്നെയാണ്, എൻ്റെ വിശുദ്ധീകരണത്തിനാണ്, ഈ സഹനം എന്നെ തകർക്കാനല്ല, അത് നന്മയിലേക്കാണ് വളർത്തുന്നതെന്ന് പറയുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? പലപ്പോഴും നമ്മൾ ചുറ്റുപാടുകൾ കാണുന്ന എന്താണ്? ചെറിയ സഹനത്തെ പോലും അത് വളരെ വലുതാക്കി പെരുപ്പിച്ച് ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും എനിക്ക് രക്ഷ നേടണമെന്ന് പറഞ്ഞ് കുടുംബ ബന്ധങ്ങളെ ഒഴിവാക്കുന്നു, വ്യക്തിബന്ധങ്ങളെ മുറിച്ചു മാറ്റുന്നു, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധങ്ങളിൽ കൂടുതൽ അസ്വസ്ഥതകൾ സൃഷ്ടിക്കുന്ന രീതിയിൽ നിലപാടുകൾ എടുക്കുന്നു. സഹനത്തെ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിച്ച് ദൈവത്തോടൊപ്പം ചേർത്ത് വെച്ച് അതിനെ മഹത്വീകരിക്കേണ്ട മനോഭാവത്തിന് പകരം അതിനെ ഒഴിവാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെയൊക്കെ കുടുംബ ബന്ധങ്ങളിൽ, ചുറ്റുപാടുകളിൽ അസ്വസ്ഥതകൾ കയറി വരും. പ്രിയമുള്ളവരെ, പലപ്പോഴും സഹനം എന്തിനു വേണ്ടി ദൈവം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അനുവദിക്കുന്നു? അത് മറ്റുള്ളവരെ സഹായിക്കാൻ കൂടിയാണ്. ഒരു വ്യക്തിയെ വിശുദ്ധീകരിച്ച് രക്ഷിക്കുന്നതോടൊപ്പം ആ വ്യക്തി മറ്റുള്ളവർക്കൊരു സഹായകമായി മാറണമെന്നുള്ള ആഗ്രഹത്തോടെ, അവൻ ദൈവത്തിൻ്റെ കരുതലായി മാറണമെന്നുള്ള ആഗ്രഹത്തോടെയാണ് ദൈവം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ചില സഹനങ്ങൾ അനുവദിക്കുന്നത്. എനിക്കറിയാവുന്ന ഒരു കുടുംബം, അവർ പെട്ടെന്ന് മറ്റുള്ളവരെയൊക്കെ സഹായിച്ച് ജീവിക്കുന്ന ഒരു ജീവിതമായിരുന്നില്ല. എല്ലാം നേടി സ്വന്തമായിട്ടൊക്കെ വച്ച് അവർക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ അത് ദൈവം തന്നതാണെന്നുള്ള മനോഭാവത്തോടെ വലിയ മറ്റുള്ളവരെ സഹായിക്കാതെ, അല്ലെങ്കിൽ അവരുടെ സമ്പത്ത് പാവപ്പെട്ടവർക്കൊന്നും കൊടുക്കാതെ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം വിനിയോഗിച്ച് മക്കളുടെയും അവരുടെ സ്വന്തം കാര്യത്തിന് വേണ്ടി ഉപയോഗിച്ച് ജീവിക്കുന്ന ഒരു ജീവിതമായിരുന്നു. എന്നാൽ പെട്ടെന്ന് സാമ്പത്തികമായി വലിയൊരു തകർച്ച അവർക്ക് അനുഭവപ്പെട്ടു. അവരുടെ ജീവിതത്തിൽ വലിയൊരു കടബാധ്യത കടന്നു വന്നു. ഏകദേശം 1.5 ലക്ഷത്തോളം കടം അവരുടെ ജീവിതത്തിൽ കടന്നു വന്നു. ഈ സഹനം വലിയൊരു സഹനമായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു സഹനം പോലെയായിരുന്നു. ആരെയും ദ്രോഹിച്ചിട്ടില്ലല്ലോ, ആരെയും വിഷമിപ്പിച്ചിട്ടില്ലല്ലോ, ഞങ്ങൾക്ക് കിട്ടിയത് ഞങ്ങൾ ഉപയോഗിച്ചു. എന്നാൽ ഈ സഹനത്തിലൂടെ ദൈവം അവരെ പഠിപ്പിക്കുകയായിരുന്നു. ലഭിച്ച അനുഗ്രഹങ്ങൾ
നിങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ അത് മറ്റുള്ളവരുമായിട്ട് കൂടി പങ്കുവയ്ക്കേണ്ടതാണ്. പ്രിയമുള്ളവരെ, ഈ സഹനാനുഭവങ്ങളിൽ അവരൊത്തിരി വിഷമതകളിലൂടെ കടന്നു നീങ്ങി. എന്നാൽ ദൈവം അവരെ കൈവിട്ടില്ല. അവർ കുറവുകൾ തിരിച്ചറിഞ്ഞ് ദൈവത്തോട് കൂടുതൽ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. ആ സഹനാനുഭവങ്ങളിലും കർത്താവിനോട് ചേർന്ന് നിന്ന് ആ സഹനത്തെ കീഴ്പ്പെടുത്താൻ അവർ നിലപാടെടുത്തു. എന്നാൽ ദൈവം അത്ഭുതകരമായ രീതിയിൽ അവരുടെ ജീവിതത്തിൽ ഇടപെട്ടു. ലക്ഷങ്ങളുടെ കടം അവരിൽ നിന്ന് എടുത്തു മാറ്റി കർത്താവ് സാമ്പത്തികമായി അവരെ കൂടുതൽ അനുഗ്രഹിച്ചു. ഈ അനുഗ്രഹങ്ങൾക്ക് ശേഷം അവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം കാണാനായിട്ട് സാധിച്ചു. എങ്ങനെയാണ്? ഏതെങ്കിലും ആൾക്കാർ സാമ്പത്തികമായോ ശാരീരികമായോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സഹിക്കുന്ന ആ വ്യക്തികളെ കാണാനും അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെടാൻ ഇടയാകുമ്പോൾ ഈ കുടുംബം അവരെ സഹായിക്കാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് തുടങ്ങി. ഇവരുടെ അടുത്ത് വന്നിട്ട് ഏതെങ്കിലും വിഷമതകൾ പറയുമ്പോൾ ഇവർക്കും ആ വിഷമതയുടെ തീവ്രത മനസ്സിലാക്കാൻ സാധിച്ചു. ഒരു നാൾ ഈ സഹനത്തിൻ്റെ തീച്ചൂളയിലൂടെ സാമ്പത്തിക മേഖലകളിലുണ്ടായ തകർച്ചയിലൂടെ കടന്നു നീങ്ങിയ ആ ജീവിതങ്ങൾക്ക് തിരിച്ചറിഞ്ഞു ഇതിൻ്റെ വേദന. അപ്പോൾ ഈ വേദനയുമായി മറ്റുള്ളവർ കടന്നു വരുമ്പോൾ ഇവർക്കുള്ളത് പങ്കുവയ്ക്കുന്നവരായിട്ട് മാറി. അതാണ് വചനം പറയുക, അത് മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് ഉപയോഗിക്കും സഹനങ്ങൾ. ഹെബ്രായർക്കാർക്ക് എഴുതിയ ലേഖനത്തിലെ 2-ാം അധ്യായം 18, അവൻ പീഡ സഹിക്കുകയും പരീക്ഷിക്കപ്പെടുകയും ചെയ്തുകൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിക്കുവാൻ അവന് സാധിക്കും. പ്രിയമുള്ളവരെ, സഹനത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിക്ക് മാത്രമേ, സഹനാനുഭവങ്ങളിലൂടെ കടന്നുപോയ വ്യക്തിക്ക് മാത്രമേ കൂടുതൽ മാനുഷികതയോടെ, സ്നേഹത്തോടെ, കരുതലോടെ മറ്റുള്ളവരുമായിട്ട് ഇടപെടാനായിട്ട് പറ്റുകയുള്ളൂ. അതല്ലാത്ത വ്യക്തിയാണ് കൂടുതൽ കാർക്കശ്യവും വെറുപ്പും വൈരാഗ്യവും വാശിയും അഹങ്കാര ചിന്തയോടെയൊക്കെ പ്രവർത്തിക്കാൻ കാരണം എന്താണ്? അവൻ യഥാർത്ഥത്തിൽ സഹനത്തിൻ്റെ ആ ഒരു തലം അത് അനുഭവിക്കാനായിട്ട് അവൻ മടിച്ചതുകൊണ്ടാണ്. അതില്ലെങ്കിൽ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയത് കൊണ്ടാണ് അവൻ്റെ ഉള്ളിൽ കരുണയില്ല, സ്നേഹമില്ല, കരുതലില്ല. ഹെബ്രായർക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 5-ാം അധ്യായം 8, പുത്രനായിരുന്നിട്ടും തൻ്റെ സഹനത്തിലൂടെ അവൻ അനുസരണം അഭ്യസിച്ചു. അപ്പോൾ നമ്മളൊക്കെ ദൈവത്തിൻ്റെ മകനാണ്, മകളാണ്. അപ്പോൾ ആ ഒരു തലത്തിൽ ജീവിക്കുമ്പോൾ ചെറിയ സഹനങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ അതിനെ ദൈവത്തോട് ചേർത്ത് വെച്ച് അതിനെ മുന്നോട്ട് നയിക്കാനായിട്ട് കഴിയണം. പത്രോസ്ലീഹയുടെ 1-ാം ലേഖനം 4-ാം അധ്യായം 12 മുതൽ 16 വരെയുള്ള വചനങ്ങൾ. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരിശോധിക്കുവാനായി അഗ്നി പരീക്ഷകളുണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായതെന്തോ സംഭവിച്ചതെന്ന പോലെ പരിഭ്രമിക്കരുത്. ക്രിസ്തുവിൻ്റെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുവിൻ. അവൻ്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കും. ക്രിസ്തുവിൻ്റെ നാമം നിമിത്തം നിന്ദിക്കപ്പെട്ടാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. എന്തെന്നാൽ മഹത്വത്തിൻ്റെ ആത്മാവ്, അതായത് ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. നിങ്ങളിൽ ആരും തന്നെ കൊലപാതകിയോ മോഷ്ടാവോ ദുഷ്കർമ്മിയോ പരദ്രോഹിയോ ആയി പീഡകൾ സഹിക്കാൻ ഇടയാകരുത്. ക്രിസ്ത്യാനി എന്ന നിലയിലാണ് ഒരുവൻ പീഡ സഹിക്കുന്നതെങ്കിൽ അതിൽ അവൻ ലജ്ജിക്കാതിരിക്കട്ടെ. പിന്നെയോ ക്രിസ്ത്യാനി എന്ന നാമത്തിൽ അഭിമാനിച്ചുകൊണ്ട് അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. പ്രിയമുള്ളവരെ, അനുദിന ജീവിതത്തിൽ സഹനങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ അതിൽ അഭിമാനിക്കാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും സാധിക്കണം. ഹെബ്രായർക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 12-ാം അധ്യായം 3-ലെ വചനം പറയുക, ആകയാൽ മനോധൈര്യം അസ്തമിച്ച് നിങ്ങൾ തളർന്നു പോകാതിരിക്കുവാൻ വേണ്ടി അവൻ തന്നെ എതിർത്ത പാപികളിൽ നിന്ന് എത്രമാത്രം സഹിച്ചുവെന്ന് ചിന്തിക്കുവിൻ. സഹനത്തിൻ്റെ അനുഭവങ്ങളിൽ മനസ്സ് തകർന്നു പോകാതിരിക്കണമെങ്കിൽ നമുക്ക് മുമ്പേ സഹിച്ച ഒരു കർത്താവ് നമ്മുടെ മുമ്പിലുണ്ടാകണം. അത് യേശുവിനെ ധ്യാനിക്കാനായിട്ട് കഴിയണം. സഹന അനുഭവങ്ങളിലൂടെ കടന്നുപോയ വ്യക്തികൾ പലരും ആ സഹനങ്ങളിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ അത് ക്രിസ്തുവിൻ്റെ സഹനത്തോട് ആ സഹനത്തെ ചേർത്ത് വെച്ച് ധ്യാനിച്ചതുകൊണ്ടാണ്. ഇന്ന് പലപ്പോഴും സഹനാനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾക്ക് ഉയർത്തെഴുന്നേൽക്കാൻ കഴിയാതെ പോകുന്നത്, ആ സഹനങ്ങളിൽ നിന്ന് വിജയം കൊണ്ടുവരാൻ കഴിയാതെ പോകുന്നതിൻ്റെ കാരണം എന്താണ്? അവരുടെ സഹനങ്ങളുടെ നിമിഷങ്ങളിൽ ക്രിസ്തുവിൻ്റെ സഹനത്തെ ധ്യാനിക്കാനായിട്ട് കഴിയാതെ പോകുന്നത് കൊണ്ടാണ്. ക്രിസ്തുവിൻ്റെ സഹനങ്ങളെ നമ്മൾ ധ്യാനിക്കുകയാണെങ്കിൽ, നമ്മുടെ സഹനങ്ങളെ ക്രിസ്തുവിൻ്റെ സഹനത്തോട് ചേർത്ത് വെച്ച് ദൈവപിതാവിൻ്റെ മുമ്പിൽ അത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ, പ്രിയമുള്ളവരെ, അവിടെ വലിയ അത്ഭുതങ്ങളുണ്ടാകും. ഹെബ്രായർക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 10-ാം അധ്യായം 35-36 വാക്യങ്ങൾ, നിങ്ങളുടെ ആത്മധൈര്യം നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത്. അതിന് വലിയ പ്രതിഫലം ലഭിക്കാനിരിക്കുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റി അവിടുത്തെ വാഗ്ദാനം പ്രാപിക്കുവാൻ നിങ്ങൾക്ക് സഹനശക്തി ആവശ്യമായിരിക്കുന്നു. പ്രിയമുള്ളവരെ, സഹനത്തെക്കുറിച്ച് ഒത്തിരിയേറെ നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ ആ സഹനം നമ്മുടെ ജീവിതങ്ങളിൽ കടന്നു വരുമ്പോൾ അത് ദൈവത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ആ സഹനത്തെ കീഴ്പ്പെടുത്തുവാനായിട്ടുള്ള മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം.
അതല്ലാതെ ഈ സഹനത്തെ എങ്ങനെ തള്ളിക്കളയാം? ഒരുപക്ഷെ ജീവിത പങ്കാളി ഒരു സഹന അനുഭവം തരുന്നുണ്ടാകാം, മക്കൾ മാതാപിതാക്കൾക്ക് ചില സഹന അനുഭവങ്ങൾ തരുന്നുണ്ടാകാം. ആ സഹനങ്ങളെയും ക്രിസ്തുവിൻ്റെ സഹനത്തോട് ചേർത്ത് വെച്ച് അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാനായിട്ടുള്ള നല്ല നിലപാടുകൾ എടുക്കുവാനായിട്ട് സാധിക്കണം. മക്കബേയക്കാരുടെ 2-ാം പുസ്തകത്തിൽ 6-ാം അധ്യായം 16, അവിടുന്ന് തൻ്റെ കാരുണ്യം ഒരിക്കലും നമ്മിൽ നിന്ന് പിൻവലിക്കുന്നില്ല, വിപത്തുകൾ കൊണ്ട് നമുക്ക് ശിക്ഷണം നൽകുന്നെങ്കിലും അവിടുന്ന് സ്വജനത്തെ കൈവിടുന്നില്ല. വീണ്ടും യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 1-ാം അധ്യായം 3, എന്തെന്നാൽ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് അതിൽ സ്ഥിരത ലഭിക്കുമെന്നറിയാമല്ലോ. യേശുവിൽ വിശ്വസിച്ച് ജീവിച്ചിട്ട് നമ്മുടെ ജീവിതങ്ങളിൽ സഹനങ്ങൾ വരുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ ആ സ്ഥിരത അത് ഉറപ്പിക്കുന്നതാണ് ഈ സഹനമെന്ന് തിരിച്ചറിയണം. യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 1-ാം അധ്യായം 12, പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കുന്നവൻ ഭാഗ്യവാൻ, എന്തെന്നാൽ അവൻ പരീക്ഷകളെ അതിജീവിച്ച് കഴിയുമ്പോൾ തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവൻ്റെ കിരീടം അവന് ലഭിക്കും. തുടർന്ന് യാക്കോബ് ശ്ലീഹയുടെ ലേഖനത്തിൽ 5-ാം അധ്യായം 10-11 വാക്യങ്ങൾ, സഹോദരരെ, കർത്താവിൻ്റെ നാമത്തിൽ സംസാരിച്ച പ്രവാചകന്മാരെ സഹനത്തിൻ്റെയും ക്ഷമയുടെയും മാതൃകയായി നിങ്ങൾ സ്വീകരിക്കുവിൻ. ഇതാ പീഡ സഹിക്കുന്നവരെ ഭാഗ്യവാന്മാരായി നാം കരുതുന്നു. ജോബിൻ്റെ ദീർഘ സഹനത്തെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. കർത്താവ് അവസാനം അവനോട് എന്തു ചെയ്തുവെന്ന് അവിടുന്ന് എത്രമാത്രം ദയയും കാരുണ്യമുള്ളവനാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. പ്രിയമുള്ളവരെ, സഹനാനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ജോബിൻ്റെ ജീവിതത്തെക്കുറെ ഒന്ന് ധ്യാനിക്കുന്നത് നല്ലതാണ്. ജോബ് എത്രമാത്രം സഹനങ്ങളിലൂടെയാണ് കടന്നുപോയത്. ഈ സഹനങ്ങളുടെ അവസാന നിമിഷങ്ങളിൽ ദൈവം ജോബിനെ കൂടുതൽ അനുഗ്രഹിക്കുന്നു എന്ന് കാണാൻ സാധിക്കും. ജോബിൻ്റെ സഹനങ്ങൾ നമ്മൾ ജോബിൻ്റെ പുസ്തകത്തിൽ കാണുന്നുണ്ട്. എന്തൊക്കെ ഉണ്ടായിരുന്നുവോ അതൊക്കെ ഓരോന്നായി നഷ്ടപ്പെടാനായിട്ട് തുടങ്ങി. എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും ജോബ് ദൈവത്തെ തള്ളിപ്പറഞ്ഞില്ല. ദൈവത്തിൽ വിശ്വസിച്ചിട്ടും ഈ സഹനങ്ങൾ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ വന്നു എന്ന് പറഞ്ഞ് കൂടുതൽ നിരാശയ്ക്ക് അടിമപ്പെടുന്നില്ല. ജോബ് പ്രാർത്ഥിക്കുന്നു, ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. അങ്ങനെ പ്രാർത്ഥിച്ച് സഹനത്തെ ദൈവത്തോട് ചേർത്ത് നിർത്തി, ദൈവത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ആ സഹനത്തെ അതിജീവിക്കുവാൻ ജോബ് തയ്യാറായപ്പോൾ നമ്മൾ കാണുന്നുണ്ട്. 42-ാം അധ്യായം ആകുമ്പോൾ 10-12 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. ജോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവനുണ്ടായിരുന്ന ഐശ്വര്യം കർത്താവ് തിരികെ കൊടുത്തു. അവിടുന്ന് അത് ഇരട്ടിയായി കൊടുത്തു. കർത്താവ് അവൻ്റെ ശേഷിച്ച ജീവിതം മുൻപിലത്തേതിനേക്കാൾ ധന്യമാക്കി. അവന് 14,000 ആടുകളും 6,000 ഒട്ടകങ്ങളും 1,000 കാളകളും 1,000 പെൺകഴുതകളും ഉണ്ടായി. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത്, വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ എത്രയോ നിസ്സാരമാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 8-ാം അധ്യായം 18 പറയുന്നുണ്ട്, കാരണം വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമെന്ന് ഞങ്ങൾ കരുതുന്നു. കാരണം ലഭിക്കാനിരിക്കുന്ന മഹത്വമാണ്. ഞാൻ ആദ്യം പറഞ്ഞ ഈ തിരുവചനത്തിൻ്റെ ആരംഭത്തിൽ ഞാൻ പറഞ്ഞ അഗസ്റ്റിൻ്റെ ഉള്ളിൽ എന്താണ്? ലഭിക്കാനിരിക്കുന്ന മഹത്വത്തെക്കുറിച്ചുള്ള ആ ഒരു തെളിമ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് 16 വർഷമായി ഒരേ കിടപ്പിൽ കിടന്നിട്ടും അഗസ്റ്റിന് നിരാശയില്ല. അഗസ്റ്റിന് ജീവിതം ഒരു പരാജയമെന്ന് പറയാനായിട്ട് അഗസ്റ്റിന് തോന്നുന്നില്ല. കാരണം എന്താണ്? ലഭിക്കാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ എത്രയോ നിസ്സാരമാണ്. അതുകൊണ്ടാണ് പത്രോസ്ലീഹായുടെ 1-ാം ലേഖനം 4-ാം അധ്യായം 19, ആകയാൽ ദൈവഹിതമനുസരിച്ച് സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് വിശ്വസ്തനായ സൃഷ്ടാവിന് തങ്ങളുടെ ആത്മാക്കളെ പരമേൽപ്പിക്കട്ടെ. വീണ്ടും ജ്ഞാനത്തിൻ്റെ പുസ്തകം 19-ാം അധ്യായം 22, കർത്താവെ, സ്വജനത്തെ അങ്ങ് എല്ലാറ്റിലും ഉയർത്തുകയും മഹത്വപ്പെടുത്തുകയും ചെയ്തു, എന്നും എവിടെയും അവരെ തുണയ്ക്കുവാൻ അങ്ങ് മടിച്ചില്ല. സഹനത്തിൻ്റെ തീച്ചുള്ളയിലൂടെ കടന്നു പോകുമ്പോഴും ദൈവത്തിൻ്റെ മകനാണ്, മകളായതുകൊണ്ട് ദൈവം നിന്നെ തള്ളിക്കളയുകയില്ല. അവൻ നിന്നെ തക്ക സമയത്ത് ഉയർത്തും. ഒരുപക്ഷെ ഒരു സഹനാനുഭവങ്ങൾ, നിൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന സഹനങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ നിന്നെ പരാജയത്തിൻ്റെ തലത്തിൽ വീഴ്ത്തിയിട്ടുണ്ടാകാം. അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ നിൻ്റെ നേരെ വിരൽ ചൂണ്ടി, നീ ദൈവത്തെ വിളിക്കുന്നില്ലേ, പ്രാർത്ഥിക്കുന്നില്ലേ, എന്തുകൊണ്ട് നിൻ്റെ ജീവിതത്തിൽ ഈ സഹനങ്ങൾ വന്നു എന്ന് നിന്നെ നോക്കി ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ടാകാം. ഒരു കാര്യം നീ തിരിച്ചറിയണം, ദൈവം നിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുന്നുണ്ട്. ദൈവം നിന്നെ പരാജയത്തിൽ കൊണ്ടെത്തിക്കുകയില്ല. നിൻ്റെ അന്ത്യം ഒരു ഉയർച്ചയിലേക്ക്, ഒരു ഉയർപ്പിൻ്റെ അനുഭവത്തിലേക്ക്, ഒരു വിജയത്തിൻ്റെ തലത്തിലേക്ക് ക്രിസ്തു ശിഷ്യൻ്റെ സഹനം എത്തുകയുള്ളൂ എന്ന് തിരിച്ചറിയണം. അതുകൊണ്ട് മനസ്സ് മടുക്കാതെ, നിരാശയ്ക്ക് അടിമപ്പെടാതെ, സഹനങ്ങളെ ദൈവീക പദ്ധതിയായി കരുതി
ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രത്യാശയോടെ കാത്തിരുന്ന് ജീവിക്കുന്നവരാകാം. അതിന് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് ദൈവമെല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവല്ലോ. ഞങ്ങളുടെ ജീവിതത്തിലെ സഹനാനുഭവങ്ങൾ ഞങ്ങളുടെ നാശത്തിനോ ഞങ്ങളുടെ പരാജയത്തിനോ അല്ല, അത് കൂടുതൽ വിശുദ്ധിയിലും നന്മയിലും വിജയത്തിലും ഞങ്ങളുടെ ജീവിതങ്ങൾ എത്തിക്കുവാനാണെന്നുള്ള തിരിച്ചറിവ് ഞങ്ങളിൽ നിലനിർത്തണമേ. സഹനങ്ങളുടെ നിമിഷങ്ങളിലും ക്രിസ്തുവിൻ്റെയും വിശുദ്ധരുടെയും സഹനാനുഭവങ്ങൾ ധ്യാനിച്ച് ആ സഹനങ്ങളെ മഹത്വത്തിലെത്തിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.